ഇപ്പോൾ വളരെ പെട്ടെന്ന് പാലക്കാട്ടേക്ക് MLA ഓഫീസ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ MLA ഓഫീസിന് മുന്നിൽ നിന്ന് അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ പറയൂ, അവിടെ എന്താ സ്ഥിതി? ശ്യാമ, MLA ഓഫീസ് ഇപ്പോൾ പൂട്ടിയ നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. എൻ്റെ തൊട്ട് പുറകിൽ കാണാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളും മറ്റുമൊക്കെ വന്ന സമയത്ത് വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഈ ഒരു ഓഫീസ് കേന്ദ്രീകരിച്ച് ഓഫീസിലേക്ക് BJP-യുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഈ ഒരു MLA ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു. പാലക്കാട് മണപ്പുള്ളിക്കാവിന് സമീപത്താണ് ഈ ഒരു MLA-യുടെ ഓഫീസ് ഉള്ളത്. ഏതായാലും ഓഫീസിലേക്ക് രാഹുൽ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എത്തുമ്പോൾ രാഹുലിൻ്റെ MLA ഓഫീസ് പൂട്ടിയ നിലയിലാണ് എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും നേരത്തെ ഈ ഒരു ഓഫീസ് ഇത്തരത്തിൽ പൂട്ടിയ നിലയിലൊന്നും ഇവിടെ കാണാറില്ല. കാരണം കഴിഞ്ഞ ഈ വിവാദങ്ങളും മറ്റുമൊക്കെ നിരന്തരം ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ നിരന്തരം ഈ ഒരു ഓഫീസിലേക്ക് എത്താറുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ ഓഫീസ് ഇത്രത്തോളം ഇങ്ങനെ പൂട്ടിയ നിലയിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു പരാതി വലിയ രീതിയിൽ ഉയർന്നതോടുകൂടെ തന്നെ MLA ഓഫീസ് പൂട്ടി ഇവിടെ നിന്നും രാഹുൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുലിനെ നമ്മൾ ഇന്നിപ്പോൾ പാലക്കാടുള്ള മാധ്യമങ്ങൾ രാഹുലിന്റെ പ്രതികരണം തേടി പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് കണ്ണാടി എന്നുള്ള പ്രദേശത്ത് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് മാധ്യമങ്ങൾ അവിടങ്ങളിലൊക്കെ ചെന്ന് രാഹുലിനെ അന്വേഷിച്ചുവെങ്കിലും രാഹുൽ അവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, രാഹുൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, രാഹുലിന്റെ കൂടെയുള്ള ആളുകളും ഇപ്പോൾ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും MLA ഓഫീസ് ഇപ്പോൾ പൂട്ടിയ നിലയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒക്കെ വലിയ പ്രതിരോധത്തിലായി മാറിയിരിക്കുന്നു അവർ എന്നുള്ളതാണ്. ആ പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ MLA ഓഫീസ് ഉൾപ്പെടെ പൂട്ടിയ നിലയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും ഇപ്പോൾ പാലക്കാട് മാധ്യമങ്ങൾ ആരും വിളിച്ച് ഫോൺ എടുക്കുന്നില്ല, രാഹുലിനൊപ്പമുള്ള ആളുകളും ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്.